ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ നല്ല പൂ പോലത്തെ സോഫ്റ്റുള്ള ഇഡ്ഡലിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ഈ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ എടുത്തത്. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമില്ല കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അരിപ്പൊടിയോ അരിയോ ഒന്നുമില്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ റവ ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് ഞാനിതാ ബാക്കി വന്ന ചോറിന്ന് 1.5 തവി ചോറാണ് എടുത്തത്. നിങ്ങളെ കയ്യിൽ ഏതാ ചോറുള്ള അതിൽ നിന്ന് 1.5 തവിയായിട്ട് വേണ്ടത്. ഈ ഒരു 2 ഗ്ലാസ് റവയ്ക്ക് തലേന്ന് രാത്രി ഞാൻ അരച്ച് വെക്കട്ടെ. പിറ്റേന്ന് രാവിലെയാണ് ചുട്ടെടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയേ. അങ്ങനെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്നങ്ങോട്ട് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു 2 ഗ്ലാസ് റവയ്ക്ക് ഞാൻ 2.5 ഗ്ലാസ് ഒരു വെള്ളം കുറേശ്ശായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഈ ഒരു മാവ് നമ്മൾ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര ഉപ്പുള്ള അത്ര ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഈ റവ കുറച്ച് കട്ടിയിലായി ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് വെള്ളം അധികമായിട്ട് തന്നെ ഇതുപോലെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ 2 മണിക്കൂറോളം ഈ റവ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ മിക്സീൻ്റെ ജാറെടുത്തത്. ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അപ്പകാരോ ഈസ്റ്റോ ഒന്നും ഇടണില്ലേ. നിങ്ങൾക്ക് 1-2 മണിക്കൂർ കൊണ്ടൊക്കെ ചുട്ടെടുക്കണം എന്നുണ്ടായാൽ കുറച്ച് അപ്പകാരോ അല്ലെങ്കിൽ ഈസ്റ്റോ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ തലേന്ന് രാത്രി തന്നെ അരച്ച് വെക്കണോണ്ടാണ് അതൊന്നും ചേർക്കാത്തത് കേട്ടോ. ഏകദേശം ഒരു 5-6 മണിക്കൂർ തലേന്ന് രാത്രി ഒരു 12 മണിക്ക് അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് ഒരു 5 മണിയാകുമ്പോട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അധികം അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ഇതുപോലെ ബബിൾസായി വന്നാൽ മതി. ഇനി നന്നായിട്ട് പൊങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പകാരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇത്രയും ആവശ്യമുള്ള കണ്ടില്ലേ, ഈ ഒരു ബബിൾസോട് കൂടിയിട്ട് തന്നെ അധികം അങ്ങോട്ട് ഇളക്കിയെടുക്കരുത്. ഈ ഒരു സമയത്ത് ഞാനിതാ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചാണ് എനിക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഓരോ തവിക്കും ഞാനിതാ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അരിപ്പൊടി അരിയൊന്നും നമ്മൾ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 3-4 മിനിറ്റോളം ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡിയാവേ. നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ മാവിലേക്ക് തേങ്ങ ചേർക്കട്ടോ. ഞാൻ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചേർത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവേ. അപ്പോൾ കണ്ടില്ലേ, നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡി ആയിട്ട് ഇത് ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്കിതിൽ നിന്ന് എടുക്കാൻ. അങ്ങനെ ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി വെച്ചതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡി ആയിന്. അടിപൊളി കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാൻ പറയുകയാണേ. അങ്ങനെ ഫുൾ അങ്ങോട്ട് ഇളക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇളക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. 2ാമത്തെ പ്രാവശ്യം ഞാനിതാ ഈ ഒരു തവിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പറഞ്ഞു കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചൂടാറിയതിന് ശേഷം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഫുൾ അങ്ങോട്ട് ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു തവിക്ക് കണക്കായ രീതിയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഇഡ്ഡലി ഞാൻ നേരത്തെ ചെയ്ത മാതിരി തന്നെ കേട്ടോ മൂടി വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ്
ചൂടാറിയതിന് ശേഷം ഈ കാണിച്ചു തരുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്താ നമ്മൾ ഈ ഒരു സോഫ്റ്റുള്ള ഇഡ്ഡലി റെഡി ആയിന്. ഈ മാവ് കൊണ്ട് തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസത്തിനൊക്കെ വേണമെങ്കിൽ അരച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേന്ന് പാലപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പാലപ്പം ചപ്പട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ബബിൾസ് വരുന്ന വരെ കാത്തിരിക്കണം. എന്നിട്ട് നമ്മൾ മൂടി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റുള്ള പാലപ്പവും ഈ ഒരു മാവ് കൊണ്ട് റെഡി ആയിന്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 മിനിറ്റും കൂടി വെച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ട് നല്ല പൂ പോലത്തെ ഈ ഒരു പാലപ്പം റെഡി ആയിന്. അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. കണ്ടില്ല, കുറച്ച് നെരിച്ചിലോട് കൂടിയായിട്ട് എടുത്ത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയും പാലപ്പം ഒക്കെ റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഈ ഒരു ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.